ഇവിടെ ഒരു ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് പെൻസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തൂടെ പേന കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ആപ്പിളും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ വളച്ചെടുക്കും. അടുത്തതായിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് അതിൻ്റെ ഞെട്ട് അത് ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് കുറേ ഫ്രൂട്ട്സ് നിങ്ങൾ ദിവസവും കഴിക്കുന്നതാണോ ഇതൊക്കെ? ഈ ഫ്രൂട്ട്സ് നിങ്ങൾ ദിവസം കഴിക്കാറുണ്ടോ? എന്നും കഴിക്കേണ്ട ഫ്രൂട്ട്സുകളാണ്. ഞാൻ അതിനെ ഒരു കണ്ണാടി പാത്രത്തിലാണ് ഇതിപ്പം എടുത്ത് വച്ചിരിക്കുന്നത്. ഇങ്ങനെ അടുക്കി വെച്ച് പിടിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഒരു കണ്ണാടി പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വച്ചേക്കാം. അടുത്തായി അത് അടുക്കി വെച്ച ഒരു കുട്ടിയെ കൂടെ വരയ്ക്കുകയാണ്. കൈ ആണ് ഇത് വരയ്ക്കുന്നത്. അടുത്തതായി കണ്ണ് വരയ്ക്കുന്നുണ്ട്. മൂക്ക്, കുറച്ച് മുടികൾ വരയ്ക്കുന്നുണ്ട്. കഴുത്ത്, ഇങ്ങനെ ഒരു കോളറ്, ഉടുപ്പ്. അടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഒരു പാൻറ് പോലത്തെ ഒരു നിക്കറിട്ടിട്ടുണ്ട്. അടുത്ത് ഇങ്ങനെ കാല്, വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബേസ് കൊടുക്കാം. അതിനായി ഞാൻ വാട്ടർ കളർ കൊടുക്കാൻ പോവുകയാണ്. ആദ്യമായി ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. ആപ്പിളിന് ഒരു റെഡ് കളറാണ് കൊടുക്കേണ്ടത്. ഓറഞ്ചിനാണെങ്കിലോ ഓറഞ്ച് കളറ്. ഇതാണ് ഓറഞ്ച് കളറ്. ഈ ഓറഞ്ച് കളറ് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് അപ്ലൈ ചെയ്യേണ്ട. സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് സൈഡ് മാത്രം ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ സൈഡ് മാത്രം ഇങ്ങനെ കൊടുത്താൽ ഇതിന് നമ്മൾ ആദ്യം ഞാൻ വാട്ടർ ഒന്നും കൊടുത്തില്ല, വാഷ് ചെയ്തില്ല. ഈ ഓറഞ്ചിൻ്റെ പിക്ചർ നമുക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് നമുക്ക് അല്പം കൂടെ കളർ വേണമെങ്കിൽ നമുക്ക് ഓറഞ്ചിന് കളർ കൊടുക്കാം. പുറത്തോട്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ചൂട് സമയത്ത് ഓറഞ്ചൊക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത്. അതിനാണ് ഞാനിത് ഇങ്ങനെ വരച്ച് നിങ്ങളെ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഇതാണ് ഓറഞ്ച്.
അടുത്തതായിട്ട് ഞാൻ ആപ്പിളിനാണ് കളർ കൊടുക്കാൻ പോകുന്നത്. ആപ്പിളിന് കളർ കൊടുക്കുമ്പോൾ റെഡ് കളറാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഒന്ന് റെഡ് കളർ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ ചുറ്റും ഒന്ന് റെഡ് കളർ കൊടുക്കുകയാണ്. ഇത് നമുക്ക് അതിനകത്ത് റെഡ് കളർ കൊടുക്കാം. ആദ്യം സൈഡിൽ നിന്ന് ഇങ്ങനെ റെഡ് കളർ, കുറച്ചുകൂടെ കളറാവാം. ഇങ്ങനെ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ നല്ല ഇതുപോലെ കളറാവും. ആപ്പിളൊക്കെ കഴിക്കുന്ന കുട്ടികൾ ഇതേപോലെ നല്ല കളറായിട്ട് മാറും. ആപ്പിളിന് ഈ നിറമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുകയേ ചെയ്യാവൂ. വലുതായിട്ട് തേച്ച് പിടിപ്പിക്കരുത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വീട്ടിലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ആപ്പിളും ഓറഞ്ചൊക്കെ അച്ഛനോടും അമ്മയോടൊക്കെ വാങ്ങിച്ച് തരാൻ പറയണം. ഇതുപോലെ വാങ്ങിച്ചിട്ട് വലിയ പ്ലേറ്റിലൊക്കെ നമ്മൾ അടുക്കി വെച്ച് ഇങ്ങനെ കഴിക്കണം. അടുത്തതായിട്ട് പോമഗ്രീനാണ്. പോമഗ്രീന് ഇതിൽ വേറൊരു എടുക്കുന്നുണ്ട്. പോമഗ്രീന് കുറച്ചുകൂടെ ഏകദേശം ഈ ആപ്പിളിൻ്റെ നിറം തന്നെയാണ് പോമഗ്രീനും. ഒരു ഓറഞ്ചിഷൊക്കെ കൂടെ ഉണ്ട്. ഒരുപാട് അല്ലിയുള്ള ഒരു പഴമാണ് പോമഗ്രീൻ. നമുക്ക് ഈ പോമഗ്രീൻ്റെ കളർ തന്നെ ഈ കുട്ടിയുടെ മുഖത്ത് കൊടുക്കുകയാണ്. കയ്യിലും അതേപോലെ നമുക്കൊരു ഓറഞ്ച് കളറും എല്ലാം കൊടുക്കാം. അപ്പോൾ ആ നിറമാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ഈ ഓറഞ്ചിൻ്റെയൊക്കെ നിറമാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾ കഴിച്ചാൽ ഇതേപോലെ നല്ല കളറായി വരും. എന്നിട്ട് വാങ്ങിച്ചാലും അവിടെ നേരെ കഴിക്കാതെ അവിടെ എടുത്ത് വെച്ചേക്കുന്നു. കൊച്ചു കുട്ടികൾ അമ്മ എനിക്ക് വേണ്ട അമ്മ എന്നൊക്കെ പറയും. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. നല്ലപോലെ ഭക്ഷണം കഴിക്കുക. നല്ല ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാലും നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതാണ്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ കുട്ടിക്ക് ഇതിൻ്റെ ഉടുപ്പിൽ ഒരു കളർ കൊടുക്കാം. ഓറഞ്ച് കളറ് കുട്ടിയുടെ ഈ ഡ്രസ്സിനും കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മുടിക്കാണ് കളർ കൊടുക്കേണ്ടത്. മുടിക്ക് നമുക്ക് നല്ല കറുപ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ ബ്രൗൺ വേണമെങ്കിൽ കൊടുക്കാം. ശരിക്കും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന കുട്ടികളുടെ നല്ല ബ്രൗൺ പോലെ ഇരിക്കും. മുടിയും മുഖവും എല്ലാം നല്ല ഒരു റെഡിഷ് കളറിലിരിക്കും. കുട്ടി കളർ ചെയ്തൊക്കെയാണ് മുടി. അല്ല കുറച്ച് ഡാർക്ക് കളറും കിട്ടും.
നമുക്കിനി ഇവിടെ ഒന്ന് വൈറ്റ് കളറും കൂടെ കൊടുക്കാം. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വൈറ്റ് കളറിൽ വേണം ഒന്ന് മായ്ച്ച് കളയാൻ. വൈറ്റ് കളർ എപ്പോഴും കരുതിയിരിക്കണം. വൈറ്റ് പെയിൻ്റാണ്, ഇതുപോലെ വൈറ്റ് കളറ്, ഇതിപ്പം ഫാബ്രിക് പെയിൻ്റാണ്. ഇതെല്ലാം ഞാൻ വാട്ടർ കളറിലാണ് ചെയ്തത്. അടുത്ത് ചെറുതായിട്ട് ഈ കൈ ഒന്ന് വീതി കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. അവിടുത്തെ കളറങ്ങ് മാറിയിട്ട് കൈക്കൊക്കെ ഒന്ന് വീതി കിട്ടും. നെറ്റിയിടുകയാണെങ്കിൽ നമുക്ക് അല്പം ഒന്ന് കളർ കൊടുക്കണം. മേഘത്തിൻ്റെ നിറമൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ചുവര്, വീടിൻ്റെ അവിടുത്തെ ചുവര് അല്ലെങ്കിൽ ചുവരിൻ്റെ കളർ കൊടുക്കാം. ഇത് നമുക്ക് നീളത്തിന് ആപ്പിളിൻ്റെ നിറത്തിൻ്റെ ഒരു ഇലയ്ക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കണം. ആപ്പിളിൻ്റെ നെറ്റിലാണെങ്കിൽ നമ്മൾ എന്താണ് കളർ കൊടുക്കുന്നത്? ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. അതിന് ചെറിയ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് ആ ബ്രൗൺ കളർ കൊടുക്കണം. അടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ കറുപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇവിടെ അവിടെ വൈറ്റ് കളർ വൈറ്റ് കളർ തേച്ച് കൊടുക്കാം. ഇവിടെയൊക്കെ ഒന്ന് വൈറ്റ് കളറൊക്കെ ആക്കി കൊടുക്കാം. ഒന്ന് ആ ആപ്പിളിൻ്റെ നിറം കൊണ്ട് ആ അന്തരീക്ഷം പോലും നമുക്ക് ഒരു നല്ല ഭംഗിയായിട്ടൊന്ന് തോന്നണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. നിങ്ങൾ കഴിക്കേണ്ടത്, മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ് ആപ്പിൾ. അടുത്തതായി ഇവിടെ നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഒരു വൈറ്റ് കളറ് ഇങ്ങനെ കൊടുക്കണം. കുറച്ചുകൂടെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇതൊരു നിരപ്പാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വരച്ച് പഠിക്കണം.